പെട്രോളിന് വില കൂടി നിൽക്കുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും പെട്രോൾ കിട്ടിയാൽ എങ്ങനെയിരിക്കും? സംഗതി ലാഭമാണെങ്കിലും ആലുവ പമ്പ് ജംഗ്ഷൻ നിവാസികളുടെ കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ്. സമീപ പ്രദേശത്തെ പെട്രോൾ പമ്പിൽ നിന്നുള്ള ചോർച്ചയാണ് ഇവിടത്തുകാർക്ക് വില്ലനായി മാറിയിരിക്കുന്നത്. വർഷങ്ങളോളമായി തങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം. ആലുവ പമ്പ് ജംഗ്ഷൻ നിവാസികൾക്ക് കിണറിൽ നിന്നും വെള്ളത്തിനു പകരം പെട്രോളാണ് ലഭിക്കുന്നത്. 7 വർഷങ്ങളായി പെട്രോളിന്റെ അംശം വെള്ളത്തിൽ കലർന്നതുമൂലം കുടിവെള്ളത്തിനടക്കം വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് ഇവിടുത്തുകാർ. ഞങ്ങളുടെ വീട്ടിലെ കിണറിലെ വെള്ളം 7 വർഷമായിട്ട് ഞങ്ങൾക്ക് കുടിക്കാൻ ഉപയോഗിക്കാനൊന്നും പറ്റുന്നില്ല. ഒരാവശ്യങ്ങൾക്കും പാചകത്തിന് പോലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. 80 വർഷമായിട്ട് ഞങ്ങളിവിടെ താമസിക്കുകയാണ്. അപ്പോൾ കുടിവെള്ളം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പെട്രോൾ കലർന്ന വെള്ളം ഉപയോഗിച്ചതുമൂലം പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായും പരാതിയുണ്ട്. ഇപ്പൊ ഈ പ്രദേശത്ത് മുഴുവൻ എല്ലാ കിണറുകൾക്കും ഇങ്ങനെ വന്നു ഞങ്ങളുടെ കുടിവെള്ള സ്രോതസ് നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ് ഇത്. നേരത്തെ ഈ വെള്ളം വെച്ച് ആഹാരം പാചകം ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം വയറിന് അസുഖം വന്നു. ഇങ്ങനെ വയറിളക്കം കാര്യങ്ങൾ വന്നു. അപ്പോഴാണ് ഞങ്ങളിത് പരിശോധിച്ച് വന്നപ്പോൾ ഇതിൽ പെട്രോളിൻ്റെ അംശം ഉണ്ടെന്ന് കണ്ടെത്തുകയും പിന്നെ ഈ വാട്ടർ അതോറിറ്റി കൊണ്ടുപോയി ഇത് ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഇതൊരിക്കലും കുടിക്കാൻ എടുക്കരുത്, പാചകം ചെയ്യാൻ എടുക്കരുതെന്ന് അവരും അവിടെ പറഞ്ഞു. പ്രദേശത്തെ 4-5 വീടുകൾക്ക് പുറമെ കുടുംബ കോടതിയടക്കം സ്ഥിതി ചെയ്യുന്ന കെട്ടിട സമുച്ചയത്തിലെ ആളുകൾക്കും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ദുരവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ആലുവ മുനിസിപ്പാലിറ്റിക്ക് പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി പെട്രോൾ പമ്പുകൾക്ക് നോട്ടീസ് നൽകുകയും 10 ദിവസത്തിനകം നോട്ടീസിന് മറുപടി നൽകാമെന്ന് പെട്രോൾ പമ്പ് അധികൃതർ അറിയിക്കുകയും ചെയ്തതായി നാട്ടുകാർ പറഞ്ഞു. കുടുംബ കോടതി, ബാങ്ക്, 2-3 ഓഫീസുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. 10-100 ചിലവാനും ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2.5 മാസമായിട്ട് വെള്ളത്തിന് ഒരു ചുമ കണ്ടു, പെട്രോളിൻ്റെ അത് കണ്ടു. അന്ന് വായൊക്കെ പൊള്ളി, കൈ കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ല്. അങ്ങനെയുള്ള ആ വെള്ളം എടുക്കുന്ന നിന്നു. പിന്നെ ഞങ്ങൾ വേറെ വെള്ളം ഉപയോഗിക്കണേ. ഞങ്ങൾ പിന്നെ മുനിസിപ്പാലിറ്റിക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. അവർ അവിടെ നിന്ന് ഇവിടെ നോക്കിയിട്ട് പോയി. പിന്നെ വന്നിട്ട് സാമ്പിൾ എടുത്തു വന്നു. ആ സാമ്പിൾ ഞങ്ങൾ എറണാകുളത്ത് ലാബിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ടും പ്രകാരം അവർ പെട്രോൾ കണ്ടമാനം കലർത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പമ്പിലേക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അവർ 10 ദിവസം സമയം ചോദിച്ചിട്ടുണ്ട്. ഈ വെള്ളം ഇല്ലാത്ത കാരണം വളരെ ബുദ്ധിമുട്ടാണ്. ഓപ്പറേഷൻ വെള്ളം 30 ദിവസം ഉണ്ടാവാറില്ല. അങ്ങനെ വല്ലാത്ത ദിവസം ഇവിടെ ജോലി ചെയ്യുന്ന കോടതിയിലെ വരുന്നവർക്കും കോടതിയിൽ ജോലി ചെയ്യുന്നവർക്കും ബാങ്കുകളിലൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇവിടെ 6-7 വീടുകളുണ്ട്. അവർക്ക് ഈ അവസ്ഥയാണ്. ഞങ്ങൾക്കിപ്പോൾ 2.5 മാസമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് 2 കൊല്ലം 3 കൊല്ലം മുതൽ തുടങ്ങിയാണ്. ന്യൂസ് ബ്യൂറോ, ആലുവ. ട്രാൻസ്പെറന്റ്, ലൈറ്റ് വെയിറ്റ്, ന്യൂ ഡിസൈൻ, ട്രഡീഷണൽ ഡിസൈൻ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കിയെടുക്കാൻ എവിടെയാ സ്ഥലം? വാലറ്റ് ജുവലേഴ്സ്. നീ ആഗ്രഹിക്കുന്നതെല്ലാം ഇവിടെ കിട്ടും. വാലറ്റ് ജുവലേഴ്സ്. ഇനി സ്വർണം വാങ്ങാം ആലുവയിൽ തന്നെ.